മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ തുടർന്ന് സസ്പെൻഷനിലായ കെ ഗോപാലകൃഷ്ണൻ IAS-നെതിരായ വകുപ്പുതല അന്വേഷണം വെറുതെയായി. കുറ്റമൊന്നും കണ്ടെത്താൻ കഴിയാതെ 2 മാസം കൊണ്ട് ഗോപാലകൃഷ്ണനെ തിരിച്ചെടുത്തു. ഇതോടെ ക്ലീൻ ചിറ്റ് കിട്ടുകയാണ് ഗോപാലകൃഷ്ണന്. അതിനിടെ ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് മാറ്റി തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിച്ചത് വകുപ്പ് മന്ത്രി പോലും അറിയാതെയാണെന്ന വിവരം പുറത്തുവരുന്നുണ്ട്. മന്ത്രിസഭയിൽ വിഷയം എത്തിയപ്പോഴാണ് മന്ത്രി അറിയുന്നത്. കൃഷി വകുപ്പിൽ ഒട്ടേറെ വൻകിട പദ്ധതികൾക്ക് തുടക്കമിട്ടിരിക്കെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറിയെ മാറ്റിയതിൽ വകുപ്പിന് കടുത്ത അതൃപ്തിയുണ്ട്. സെക്രട്ടറിയെ മാറ്റുന്ന കാര്യം കൃഷിമന്ത്രിയുമായി മുൻകൂട്ടി ചർച്ച ചെയ്യാത്തതിനാൽ നീക്കത്തെ തടയാനും കഴിഞ്ഞില്ലെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. കൃഷിമന്ത്രി പി പ്രസാദ് തീർത്തും അതൃപ്തനാണ്. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുമതലയാണ്. അധികാരവും മുഖ്യമന്ത്രിക്കുണ്ട്. ഇതുപയോഗിച്ചാണ് അശോകനെ മാറ്റുന്നത്. ലോകബാങ്കിന്റെ പദ്ധതിക്ക് വേണ്ടി മുൻകൈയെടുത്ത അശോക് ആ തുകയുടെ ആദ്യ ഗഡു ലഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് വകുപ്പിൽ നിന്ന് പോകുന്നത്. കൃഷിക്കാരുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുന്ന ഫാർമേഴ്സ് രജിസ്റ്റർ പദ്ധതിയും അശോകിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി തുടങ്ങി. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷികോൽപാദന കമ്മീഷണർ, കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ എന്നീ പദവികളിൽ നിന്ന് മാറ്റിയാണ് അശോകിനെ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചത്.